ഹായ് ഓൾ. ഇന്ന് നമ്മൾ മിർച്ചി ശിവ, നിക്കി ഗൽറാണി തുടങ്ങിയ മുൻ താരനിരകൾ അഭിനയിച്ച് തകർത്ത ഇഡിയറ്റ് എന്ന തമിഴ് മൂവിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. കഥ ആരംഭിക്കുന്നത് 90s-ലാണ്. ഒരു വലിയ മുതലാളിനെ അവന്റെ വേലക്കാർ പണത്തിനു വേണ്ടി മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലാൻ നോക്കുന്നു. കൊന്നതിന് ശേഷം അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന കൈക്കുഞ്ഞിനെ മാത്രം കൊല്ലാതെ അവർ വെറുതെ വിടുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അവന്റെ അച്ഛൻ ഗ്രാമത്തിന്റെ തലവനാണ്. എന്നാൽ ഹീറോയും അവന്റെ അച്ഛനും തമ്മിൽ ഒരിക്കലും ചേരില്ല. പിന്നീട് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഒരു ഡോക്ടറാണ്, അതും പ്രാന്താശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നീലകണ്ഠി എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റുമുണ്ട്. അവൾ മന്ത്രവാദിനിയാണ്. അങ്ങനെ ഹീറോയിന്റെ നാട്ടിൽ ഒരു കബഡി മത്സരം നടക്കാൻ പോകുന്നു. എന്നാൽ ഹീറോ മത്സരിക്കുന്നത് അവന്റെ അച്ഛന് തീരെ ഇഷ്ടമില്ല. എന്നാലും വേഷം മാറി നമ്മുടെ ഹീറോ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഇതിൽ ദേഷ്യം വന്ന അച്ഛൻ അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അന്ന് രാത്രി നമ്മുടെ ഹീറോ അവന്റെ ആളുകളെയും കൂട്ടി അച്ഛനോട് അവന്റെ സ്വത്തെല്ലാം തരാൻ പറയുന്നു. വേറെ വഴിയില്ലാണ്ട് അവന്റെ അച്ഛൻ പഴയ ഒരു പ്രമാണം എടുത്തു കൊടുക്കുന്നു. എന്നാൽ അതാണ് നമ്മുടെ പഴയ മരിച്ചുപോയ ജമീന്ദാരുടെ ബംഗ്ലാവ്. അങ്ങനെ നമ്മുടെ ഹീറോ ബംഗ്ലാവിലേക്ക് യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിയിൽ വെച്ച് ഒരു വ്യക്തി ബംഗ്ലാവിലേക്ക് പോകുന്നത് വിളിക്കുന്നു. അതെല്ലാം വയ്ക്കാതെ നമ്മുടെ ഹീറോ വീണ്ടും ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് പാവം നമ്മുടെ ഹീറോയ്ക്ക് ആക്സിഡന്റ് ആവുന്നു. അങ്ങനെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ ഹീറോ പ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ആ പ്രാന്താശുപത്രിയിലാണ് നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിനോട് അഗാധമായ പ്രണയം തോന്നുന്നു. തന്റെ പേഷ്യന്റ് അസുഖം മാറ്റണം എന്നുള്ളത് കൊണ്ട് ഹീറോയിനും അതുപോലെ ആക്ട് ചെയ്യുന്നു. കല്യാണമൊക്കെ കഴിക്കാം, എന്നാൽ ഈ മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹീറോയെ ബോധം കെടുത്തുന്നു. നമ്മുടെ ഹീറോയിൻ അന്നത്തെ ദിവസം രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ സമ്മാനമായി ഒരു മോതിരം കൊടുക്കുന്നു. എന്നാൽ ആ മുത്തച്ഛനാണ് നമ്മുടെ പഴയ ജമീന്ദാരെയും കുടുംബത്തെയും കൊന്നത്. അന്ന് രാത്രി ആ മോതിരം ധരിച്ചതിന് ശേഷം ഹീറോയിനെ ഈ പ്രേതങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. ഒരു വിധത്തിൽ അന്നത്തെ രാത്രി നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെടുന്നു. പിറ്റേ ദിവസം ആ മോതിരം കാണുന്ന നമ്മുടെ നായകൻ അത് എൻഗേജ്മെന്റ് മോതിരമാണ് എന്ന് കരുതി കയ്യിലിടുന്നു. അപ്പോൾ ആ പ്രേതങ്ങൾ നമ്മുടെ നായകനെയും അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നായകന് പ്രാന്തായതുകൊണ്ട് പ്രേതങ്ങളെ ഒന്നും പേടിയില്ല. മോതിരം ഇട്ടാൽ പ്രേതം വരും, ഊരിയാൽ പ്രേതം പോകും എന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായകൻ ഒരു 15 വട്ടം ഊരിയും ഇട്ടും കളിച്ച് പ്രേതങ്ങളെ ടയേർഡാക്കുന്നു. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു നഴ്സിനെയും മോതിരമിട്ട് പേടിപ്പിക്കുന്നു. ഈ നഴ്സ് ഹീറോയിനോട് കാര്യങ്ങൾ പറയുമ്പോൾ ആ മോതിരത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയ നായിക വേഗം തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. എന്നാൽ ആ സമയം നീലകണ്ഠി ആ മോതിരം എടുത്ത് ആ പ്രേതങ്ങളെല്ലാം അവളുടെ കൺട്രോളിലാക്കുന്നു. അപ്പോൾ അതാ നമ്മുടെ നായകനും അവന്റെ കൂട്ടുകാരനും കൂടി നായികയുടെ കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്നു. വീട്ടിലേക്ക് നായിക കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു ഗ്യാങ് കിഡ്നാപ്പേഴ്സ് വന്ന് നായികയെ തട്ടിക്കൊണ്ടുപോകുന്നു. നായികയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അച്ഛനെ വിളിക്കുന്നതിന് പകരം മണ്ടന്മാർ നമ്പർ തെറ്റി നായികയുടെ ഫോണിലേക്ക് തന്നെ വിളിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ട് കിങ്സ്ലിയും കോൾ അറ്റൻഡ് ചെയ്യുന്നു. കിഡ്നാപ്പേഴ്സ് 8 കോടി ചോദിച്ചപ്പോൾ അത് തരാമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ പണം കൊണ്ടുവെക്കേണ്ട സ്ഥലത്ത് നിന്ന് കിഡ്നാപ്പേഴ്സിന് ഒരു ചാക്ക് വേസ്റ്റ് മാത്രമാണ് കിട്ടിയത്. അപ്പൊ നോക്കുമ്പോ അതാ ഇവരെ പോലെ തന്നെ വേറൊരു പാർട്ടി നായികയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇത് കണ്ട കിഡ്നാപ്പേഴ്സ് അവരെ ഫോളോ ചെയ്തു പോകുന്നത് എങ്ങോട്ടാ? നമ്മുടെ പ്രേത ബംഗ്ലാവിലേക്ക്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. നീലകണ്ഠിയുടെ കാമുകൻ സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് മരിക്കുന്നു. എന്നാൽ അതേ സമയം ജനിച്ച ഒരാളെ ത്യാഗം ചെയ്യുകയാണെങ്കിൽ നീലകണ്ഠിക്ക് അവളുടെ കാമുകനെ തിരിച്ചു കിട്ടും. ഇപ്പോഴാണ് കഥയുടെ ട്വിസ്റ്റ്. ആ സെയിം നക്ഷത്രമാണ് നമ്മുടെ നായികയുടേത്. അപ്പോൾ യാഗം നമ്മുടെ നായികയാണ്. അവിടെ വന്ന നമ്മുടെ കിഡ്നാപ്പേഴ്സിനെ പ്രേതങ്ങളെല്ലാം അടിച്ചു ശരിപ്പെടുത്തുന്നു. ഇത് ഭയന്ന് അവർ അവരുടെ ഒരു മാന്ത്രികനെ വിളിക്കുന്നു. എന്നാൽ ഈ മാന്ത്രികൻ ആരാണ്? ഇയാൾ ഒരു കള്ളസ്വാമിയാണ്. ഇയാൾ വരുന്ന വണ്ടിയിലാണ് നമ്മുടെ നായകനും അവന്റെ കൂട്ടുകാരനും കയറിയത്. ഈ സമയം നായികയുടെ മേത്ത് പ്രേതം കയറുന്നു, കിഡ്നാപ്പേഴ്സിനെ അറ്റാക്കും ചെയ്യുന്നു. എന്നാൽ ഇതിനൊക്കെ ഇടയിലേക്ക് നായകന്റെ അച്ഛനും അമ്മയും വരുന്നു. അപ്പോൾ അതാ നായികയുടെ ഉള്ളിലെ പ്രേതം ബിരിയാണിക്ക് കഴിച്ച് ഹാപ്പിയായി തിരിച്ചു പോകുന്നു. ബോധം തിരിച്ചു വന്ന നായിക നായകന്റെ കയ്യിൽ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു. ഇത് വന്ന നായകന്റെ അമ്മ, ഇത്രയും നാള് നീ ഒറ്റയ്ക്കാണെന്ന് വിഷമിച്ചു വന്ന ഞങ്ങൾ ഇത് നോക്കുമ്പോൾ നീ ഇവിടെ സന്തോഷിച്ച് ഒരു പെണ്ണിന്റെ കൂടെ നിൽക്കാലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ നായകന്റെ അവസ്ഥ അമ്മയെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താകുന്നില്ല. പെട്ടെന്ന് നായിക നോക്കുമ്പോൾ അതാ വേറെ ഒരു പ്രേതം അമ്മയുടെ അടുത്ത് നിൽക്കുന്നു. ഇത് കണ്ട് പേടിച്ച നായകനെ കൂട്ടി മുറിയിലേക്ക് ഓടുന്നു. എന്നാൽ ഇതിൽ ദേഷ്യം വന്ന അമ്മ, ഞങ്ങളുള്ളപ്പോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, അപ്പൊ ഞങ്ങളില്ലാത്തപ്പോ ഇവിടെ എന്തൊക്കെയായിരിക്കും നടക്കുന്നതെന്ന് ചോദിച്ച് നായകനോടും നായികയോടും ദേഷ്യപ്പെടുന്നു. അടുത്ത എൻട്രി നമ്മുടെ നായികയുടെ അച്ഛന്റെ മന്ത്രവാദിയുടെയുമാണ്. അപ്പോൾ അതാ പൂട്ടി വെച്ചിരുന്ന ജാറിൽ നിന്ന് ജമീന്ദാറും അവന്റെ ഫാമിലിയും രക്ഷപ്പെട്ട് പ്രേതങ്ങളായി ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അങ്ങനെ പ്രേതങ്ങൾ അവരെല്ലാവരെയും വളയുന്നു. അപ്പോൾ നായകയുടെ അച്ഛന്റെ കഴുത്തിലെ മാല അവർക്ക് ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോഴാണ് പ്രേതങ്ങൾക്ക് അത് അവരുടെ
ആ കൈക്കുഞ്ഞായിരുന്നു എന്ന് മനസ്സിലായത്. അങ്ങനെ പ്രേതങ്ങൾ ആരെയും കൊല്ലുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന കിഡ്നാപ്പേഴ്സ് വീണ്ടും ഇതാണ് കൃത്യം ടൈം, ഇപ്പൊ നമ്മൾ കിഡ്നാപ്പ് ചെയ്ത എങ്ങനെ പോയാലും കുറെ പൈസ തട്ടിയെടുക്കാം എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ നായികയെ നീലകണ്ഠി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. യാഗം അർപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ നായകൻ നായികയെ രക്ഷപ്പെടുത്തുന്നു. അതോടെ നീലകണ്ഠിക്ക് കാമുകനെ തിരിച്ചു കിട്ടുന്നു. എന്നാൽ കാമുകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നീലകണ്ഠി നമ്മുടെ നായകനെ പോയി കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന കാമുകന് ദേഷ്യം വന്ന് നീലകണ്ഠിയെ കൊല്ലുന്നു. നമ്മുടെ മന്ത്രവാദി ലേശം മന്ത്രങ്ങളൊക്കെ പയറ്റി നീലകണ്ഠിയുടെ കാമുകനെയും കൊല്ലുന്നു. അങ്ങനെ നമ്മുടെ കഥ അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള നല്ല അടിപൊളി കഥകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.